ഒരിടയ്ക്ക് റഷ്യയും അമേരിക്കയും നല്ല ബന്ധത്തിലായിരുന്നു. ആ ബന്ധം തകരുന്നതിന് കാരണമായത് യുക്രൈൻ യുദ്ധമാണ്. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധത്തിൽ വന്നപ്പോൾ പൊതുവെ എല്ലാവരും വിചാരിച്ചു ഒരു മാസത്തിനുള്ളിൽ തീരുന്ന യുദ്ധമായിരിക്കുന്നത്. കാരണം യുക്രൈൻ വളരെ ചെറിയ ശക്തിയും റഷ്യ എന്ന് പറഞ്ഞ വലിയ ശക്തിയുമാണ്. ഈ വലിയ ശക്തിയും ചെറിയ ശക്തിയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ വലിയ ശക്തിക്ക് ചെറിയ ശക്തിയെ എളുപ്പത്തിൽ വിഴുങ്ങാം എന്നാണ് പൊതുവെ ലോകം കണക്കാക്കിയത്. പക്ഷേ യുദ്ധം തീരുന്നില്ല, യുദ്ധം നീണ്ടുപോകുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ റഷ്യക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകുന്നു. എല്ലാവരും അത്ഭുതത്തോടുകൂടി ചോദിച്ചു എന്താണ്. അങ്ങനെയാണ് ആ രഹസ്യം ലോകരാഷ്ട്രങ്ങൾക്ക് പിടികിട്ടാൻ തുടങ്ങി. യുക്രൈൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ശക്തി അമേരിക്കയും നാറ്റോയും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും യുക്രൈന് ആവശ്യമുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ആ ആയുധങ്ങളെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ജോലി മാത്രമാണ് യുക്രൈൻ ഉണ്ടായത്. അതിന് യുദ്ധം എപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത്. ഈ വിഷയം ശരിയായിട്ടുള്ള രീതിയിൽ റഷ്യൻ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിൻ അങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കണം. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലായ കാര്യമാണ് തന്നെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ റഷ്യയെ നശിപ്പിക്കാനായിട്ട് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായ പദ്ധതികളായിട്ട് പോകുന്നത് അമേരിക്ക. പക്ഷെ നേരിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? വളരെ അടുത്ത സൗഹൃദം സൂചിപ്പിക്കും, അതേപോലെ തന്നെ കെട്ടിപ്പിടിക്കും. പുടിൻ എന്ന് പറഞ്ഞാൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ഇവിടെ നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കുന്ന പോലെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നൊരു സമയമുണ്ട്. എല്ലാം കഴിഞ്ഞു. ഈ അണിയറ നീക്കങ്ങൾ കൃത്യമായിട്ട് റഷ്യ തിരിച്ചറിഞ്ഞുകൊണ്ട് റഷ്യ അതിശക്തമായിട്ട് അമേരിക്കയ്ക്കെതിരെ നീങ്ങാനായിട്ട് പോയി, നാറ്റോ ശക്തികൾക്കെതിരെ നീങ്ങാനായിട്ട് പോയി. ആ നീക്കമാണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി വന്നിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകമായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.